Hi, Fishy Doctors. അപ്പം ഐ ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. വെൽക്കം വൺസ് അഗെയിൻ ടു സൈലം ലേണിംഗ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ക്ലാസ് 12ലേക്ക് കയറാൻ പോകുന്ന മക്കൾ അല്ലേ. 11th ഒക്കെ കഴിഞ്ഞു, 11th അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയും പോയി. അപ്പോൾ 12th കയറുകയാണ്. അവരോടൊന്ന് സംസാരിക്കാനാണ് ഞാൻ വന്നത്. സോ ഈ 12th എന്ന് പറയുന്ന ഇയറിന് നമ്മുടെ എൻറ്റയർ അക്കാഡമിക് ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇയർ ആണ്. കാരണം നമ്മുടെ സ്കൂൾ ലൈഫിന്റെ ഏറ്റവും ഫൈനൽ ഇയർ ആണിത് അല്ലേ, അവസാനത്തെ വർഷം. അപ്പോൾ ഈ ഇയറിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് നമ്മളുടെ ഫ്യൂച്ചറിനെ, നമ്മളുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷനെ, ഹയർ എഡ്യൂക്കേഷനെ ഒക്കെ വളരെയധികം എഫക്റ്റ് ചെയ്യും. അപ്പം 12th സ്റ്റാൻഡേർഡിലേക്ക് കയറുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്താവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളിപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും. 12th ഒക്കെ കഴിഞ്ഞ് ഒരു കുറച്ച് സമയമൊക്കെ എടുത്ത് 12th റിസൾട്ട് നോക്കിയിട്ട് എന്തിന് പ്രിപ്പയർ ചെയ്യണമെന്ന് തീരുമാനിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി കോഴ്സിനൊക്കെ ചേരാം. അതല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിനാണ് പോകേണ്ടതെങ്കിൽ 12th കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ എടുത്തൊന്ന് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ വിചാരിക്കുന്ന മക്കളുണ്ടാകും. അപ്പം ഈ 11th കഴിഞ്ഞ് നമ്മൾ 12th കയറുന്ന ഒരു സമയത്ത്, ഈ ഒരു വെക്കേഷനിൽ നമ്മൾ വലിയ സമയമൊന്നും ചെലവഴിച്ച് ഇങ്ങനെ തീരുമാനങ്ങളൊന്നും എടുക്കാൻ നിൽക്കാറില്ല അല്ലേ. നമ്മൾ ട്രാവൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആ വെക്കേഷൻ എൻജോയ് ചെയ്യാണ് ചെയ്യുന്നത്. എൻജോയ് ചെയ്യണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഈ 12th പഠിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് നീറ്റും JEE ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തീരുമാനം എടുക്കുന്നത് പോലെ ഇരിക്കും. അത് ഓരോരുത്തരിലും ഇൻഡിവിജ്വലി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോരുത്തരും കൊടുക്കുന്ന എഫേർട്ടും ഡെഡിക്കേഷനും അനുസരിച്ചിട്ടാണ് നമ്മുടെ നീറ്റിൻ്റെയും JEE ഒക്കെ റിസൾട്ട് വരുന്നത്. പക്ഷേ എന്താണെങ്കിലും നമ്മൾ ഇതുപോലെയുള്ള ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ് നീറ്റ് എന്ന് പറയുന്നത്. നീറ്റിൻ്റെ ഒരു പ്രത്യേകതയാണത്. നീറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എയിം ചെയ്യുന്നത് ഏത് നീറ്റാണോ, അപ്പം നീറ്റ് 2025 അല്ലെങ്കിൽ 2026 ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ എയിം ചെയ്യുന്നത്. നീറ്റ് ഓരോ വർഷം കൂടുന്തോറും അതിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ് കൂടി വരുന്ന ഒരു എക്സാമാണ്. ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാമാണ്. കറക്റ്റ്, യെസ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ റൈറ്റ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ക്ലിയർ ദിസ് എക്സാം വിത്ത് ആൻ എക്സലൻറ്റ് സ്കോർ. പക്ഷെ അതിന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് വേണം അല്ലേ. അപ്പം നിങ്ങളുടെ നീറ്റ് സ്കോർ എന്തിനെയൊക്കെ ബേസ്ഡ് ആണ് ഇരിക്കുക? പ്രോപ്പർ ഗൈഡൻസ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതുപോലെ തന്നെ നല്ല മെറ്റീരിയൽസ് വെച്ച് പഠിക്കുക അല്ലേ. ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ആളുകളിൽ നിന്നും പഠിക്കുക. നിങ്ങൾക്ക് പറഞ്ഞ ഗൈഡൻസ് എന്ന് പറയുമ്പം ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം അല്ലേ, എങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യണം, ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസിൽ കൂടെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് മെറ്റീരിയൽ അല്ലേ, റൈറ്റ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ആ ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഈ കോൺസെപ്റ്റ് പഠിച്ചാലും കുറേ പ്രോപ്പർ ഗൈഡൻസിലൂടെ സ്റ്റഡി മെറ്റീരിയലൊക്കെ പഠിച്ച് പ്രോപ്പർ കണ്ടന്റ് സെറ്റാക്കിയാൽ മാത്രം പോരാ. നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് വേണം. അപ്പം നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഗുഡ് കോൺസെപ്റ്റ് നോളജാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടത് ഗുഡ് പ്രാക്ടീസ് അല്ലേ. ഗുഡ് പ്രാക്ടീസ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ എഴുതുന്ന മോക്ക് എക്സാമുകളിലൂടെയും അല്ലെ, നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു അത് അത്രയും നമ്മുടെ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും, എൻ്റെ ശ്രുതി മിസ്സേ, ഞങ്ങൾ ജസ്റ്റ് 11th എഴുതിയിട്ടല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇനി എന്തോരം സമയമുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ. നീറ്റ് എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുന്നേ ഇല്ല അല്ലേ, അതിനൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സമയമുണ്ടല്ലോ. അല്ലടാ, ഈ വേൾഡ് വളരെ കോമ്പറ്റീറ്റീവ് ആണ്. ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമുകളുടെയും നമ്മൾ അപ്പിയർ ചെയ്യാൻ പോകുന്ന ഏത് ഫീൽഡിൽ പോയാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, കോമ്പറ്റീഷൻ കൂടി വരും. നിങ്ങളിപ്പോൾ പഠിച്ച് വലിയ ഒരു എഞ്ചിനീയറൊക്കെ ആയി നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടിയെന്നൊക്കെ വിചാരിക്കുക. എന്നാൽ പോലും ആ ഒരു സ്റ്റേജിൽ പോലും നിങ്ങളെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് പുതിയ പുതിയ കോഴ്സുകൾ, ലേറ്റസ്റ്റ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. അതിപ്പോൾ മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും അതെ അല്ലേ. ഈ ലേണിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും എൻഡ് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ എത്ര നിങ്ങൾ പഠിക്കുന്നോ അത് എത്രയും ഏർലി നിങ്ങളുടെ ആ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നോ നിങ്ങളത് അത്രയും ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർക്കുക മക്കളെ, ഇതൊക്കെ എന്തിനാണ് ശ്രുതി മാം ഞങ്ങളോട് പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. പറയുന്നതിൻ്റെ കാരണമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടണമെങ്കിൽ
we have to make the decision now. Okay, decide now. This is the right time. അതായത് നമ്മൾ നമ്മുടെ 11th കഴിഞ്ഞു, ഇതുവരെയുള്ളതെല്ലാം കഴിഞ്ഞു. 11th is finished. ഓക്കെ, ഇനി നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ. നമ്മൾ 11th നിന്നും 12th പോവാണ്. അപ്പോൾ 12th എത്തുമ്പോഴേക്കും നിങ്ങൾക്കറിയാം നീറ്റിൻ്റെയും ഒക്കെ സിലബസ് തന്നെ നോക്കുകയാണെങ്കിൽ 12th പോർഷനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നല്ല വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 11th വരെ നമുക്കൊന്നും ക്ലിയർ ആയില്ല എന്നാൽ പോലും കുഴപ്പമില്ല. ഓക്കെ, കാരണം നമുക്കതൊക്കെ സെറ്റാക്കാൻ സമയം ഉണ്ടാകും. 12th നമുക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഡിസിഷൻ മക്കളെല്ലാവരും ഇപ്പോൾ മിസ്സിൻ്റെ കൂടെ എടുക്കുമോ? എല്ലാവരും, അതായത് ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളും പാരൻസ് കൂടെ ഉണ്ടെങ്കിൽ പാരൻസും മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതുവരെ ഉള്ളത് പോട്ടെ, 11th വരെ നന്നായി പോയില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ 12th നമ്മൾ തുടങ്ങുമ്പം നമ്മൾ നല്ല വൃത്തിയായിട്ട് നമ്മുടെ കോൺസെപ്റ്റുകൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, നല്ല ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. അതിനുള്ള കറക്റ്റ് ഗൈഡൻസ് നിങ്ങൾക്ക് ഞങ്ങൾ തരും അല്ലേ. സൈലം നിങ്ങളുടെ കൂടെയുണ്ട്, നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ട്, ദ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ഫാക്കൽറ്റി ഉണ്ട്, റൈറ്റ് സ്റ്റഡി മെറ്റീരിയൽ തരുന്നുണ്ട്. കോൺസെപ്റ്റിനെ കുറിച്ച് നല്ല അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് നല്ല പോലെ ഫ്രം ദ ബേസിക്സ്. ഓക്കെ, ഇതുവരെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കോൺസെപ്റ്റ് ഞങ്ങൾ പഠിപ്പിച്ചു തരും. പ്ലസ് ഇത് കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തുണ്ട്, റെഗുലർ ആയിട്ട് നമ്മൾ എക്സാംസും എഴുതാൻ പോകുന്നുണ്ട് അല്ലേ. വീക്ക്ലി ടെസ്റ്റ് ഉണ്ട് അല്ലേ, നമുക്ക് എൻഡ് ഓഫ് മന്ത് ടെസ്റ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ എഴുതാൻ പോകുന്നുണ്ട്. എൻഡ് ഓഫ് മോഡ്യൂൾ ടെസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രിപ്പറേഷനെ പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ 11th ഫിനിഷ് ചെയ്തു, നമ്മൾ 12th പോവാണ്. നമ്മുടെ പ്രിപ്പറേഷനെ എഫക്റ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന അടിപൊളി ബാച്ച് ഉണ്ട്. ആ ബാച്ചിൽ മക്കൾ ജോയിൻ ചെയ്യുക. ഓൺലൈൻ ബാച്ചാണ്, വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല. അപ്പോൾ ആ ബാച്ച് ജോയിൻ ചെയ്താൽ അതിനോട് നിങ്ങൾ 12th ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ ടോപ്പിക്ക് നിങ്ങൾ പറയില്ലേ, മാം ഞങ്ങൾക്കപ്പോൾ പക്ഷേ ബോർഡ് എക്സാമിനാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, ബോർഡല്ലേ ഞങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഫോക്കസ് എന്തുകൊണ്ട് നിങ്ങൾ ഒന്ന് റീചാനൽ ചെയ്യണം എന്നുള്ളത് മാം പറഞ്ഞു തരട്ടെ. കാരണം നമ്മളിപ്പോൾ നീറ്റ് എക്സാം നോക്കുകയാണെങ്കിൽ മക്കൾ ചോദിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണല്ലേ, ഹൗ ടു മാനേജ്. 12th പോകുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഹൗ ടു മാനേജ് നീറ്റ് ആൻഡ് ബോർഡ്സ്. അതായത് 12th ബോർഡ്സ് എക്സാം രണ്ടും കൂടി ഞങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും അല്ലേ. ഇതാണ് മക്കൾക്ക് ഏറ്റവും ഉള്ളൊരു ഡൗട്ട്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യുക. നിങ്ങൾ ഒരു മെഡിക്കൽ പ്രൊഫഷനിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് വേണ്ടതെങ്കിൽ, നിങ്ങൾക്കൊരു ഡോക്ടർ ആണെന്നൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഡിസൈഡ് ചെയ്യുക. ഞാൻ 12th കൂടെ എന്താണെങ്കിലും നീറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു ഉറപ്പ് മതി, ബാക്കിയൊക്കെ ഞങ്ങൾ സെറ്റാക്കിക്കൊള്ളാം. നമുക്ക് റെഗുലർ ആയിട്ട് ക്ലാസ്സുകളുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിൽ വരിക, കാണുക, കോൺസെപ്റ്റ് പഠിക്കുക, ഡൗട്ടുകൾ ചോദിക്കുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിൽ നിങ്ങൾ വലിയ മലമറിച്ച് നിങ്ങളുടെ സ്കൂൾ ടൈം വേസ്റ്റ് ചെയ്തിട്ടോ അല്ലാതെ ബോർഡിൻ്റെ പ്രിപ്പറേഷന് വേണ്ടാന്ന് വെച്ചിട്ട് ഒന്നും ചെയ്യേണ്ട. അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ, അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ അതേ ലെവലിൽ തന്നെയാണ് നമ്മൾ പഠിച്ചു പോകാൻ വേണ്ടി പോകുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് നമ്മുടെ നീറ്റ് പ്രിപ്പറേഷനും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കും. ഓക്കെ, ഇത് സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക്. ഇനി അതല്ലാത്തവരാണെങ്കിൽ അവർക്ക് നമ്മൾ വേറെ ഓപ്ഷൻസും പറഞ്ഞു തരും. ഓക്കെ, യെസ്. അപ്പം ഇൻ പാർ വിത്ത് ദ 12th ബോർഡ്സ് സിലബസ് ആണ് നമ്മുടെ നീറ്റ് സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരേ കോൺസെപ്റ്റാണ്, നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിക്കുന്ന അതേ കോൺസെപ്റ്റ് തന്നെയാണ് നിങ്ങൾ എന്തിൽ പഠിക്കാൻ പോകുന്നത്, നിങ്ങൾ നിങ്ങളുടെ നീറ്റിൻ്റെ പ്രിപ്പറേഷനിലും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടും എന്താ പറയുക, പ്രിപ്പറേഷൻ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും വേസ്റ്റ് ആയി പോകുന്നില്ല. നിങ്ങളിപ്പോൾ നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിൽ ചേർന്ന് നിങ്ങൾ വന്ന് കാണുന്ന ഓൺലൈൻ ക്ലാസ്, നിങ്ങൾ പഠിക്കുന്ന കോൺസെപ്റ്റ് നിങ്ങളുടെ 12th ബോർഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ മക്കളേക്കും മിസ്സേ അത് ഞാൻ ഇയർ തുടങ്ങുമ്പോൾ തന്നെയൊക്കെ തുടങ്ങണോ, അത് ആ ലാസ്റ്റ് ഒരു സമയം ആകുമ്പോഴേക്കല്ലേ നമ്മൾ ബോർഡിന് ഭയങ്കരമായിട്ട് പഠിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾ ആ സമയത്ത് വിഗറസ് ആയിട്ട് ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കും. പക്ഷേ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ അല്ലേ. ആദ്യം മുതലേ നല്ലൊരു ഒരു റെഗുലർ ഷെഡ്യൂളോടെ, കാരണം ഇതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്, റെഗുലർ ഷെഡ്യൂൾ അല്ലേ, ക്ലാസ്സസിൻ്റെ റെഗുലർ ഷെഡ്യൂൾ, റെഗുലർ ആയിട്ടുള്ള എക്സാംസ്, ഇതൊക്കെ നമ്മൾ നടത്തുകയാണ് നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതൊന്നും മക്കൾ ശ്രദ്ധിക്കുക. നീറ്റ് സിലബസ് ഇസ് ഇൻ പാർ വിത്ത് ദ 12th ബോർഡ് സിലബസ്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഈസി ആയിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, വാട്ട് ഷുഡ് ഐ ഫോക്കസ് ഓൺ, എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്. വീട്ടിൽ നിന്ന് പേരൻസ് പറയുന്നു, അതായത് നീ ഇപ്പം ബോർഡ്സ് പഠിക്കുക, ഇപ്പം അതല്ലേ വലുത്, +2 കഴിയട്ടെ എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. ഇത് പേരൻസിനോടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ വളർന്നു വന്ന പഠിച്ചു വന്ന ഒരു സമയമല്ല ഇപ്പോൾ. ബിക്കോസ് ഇപ്പോൾ ഉള്ള കുട്ടികൾ എക്സ്പോസ് ചെയ്യപ്പെടുന്ന വേൾഡ് ഇസ് വെരി കോമ്പറ്റീറ്റീവ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അവരെ പ്രൊമോട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക, അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്? അപ്പോൾ അവരോട് ഇങ്ങനെ 12th മാത്രം മതി, നീ ഇപ്പോൾ 12th നല്ല മാർക്ക് മേടിക്കുക, കൂടെയുള്ളവരൊക്കെ
ഒക്കെ ഭയങ്കര സ്കോർ മേടിച്ചിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ നിന്റെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നല്ല എല്ലാവരും ഫുൾ A+ ആണ്, എല്ലാവരും ഭയങ്കര മാർക്കാണ്, അപ്പം അതുകൊണ്ട് നീയും അതുപോലെ തന്നെ മേടിക്കുക, അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നോക്കാം. അങ്ങനെയല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ. മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ലോകത്തുള്ള ഏത് യൂണിവേഴ്സിറ്റി നമുക്ക് പഠിക്കാൻ പോകണമെങ്കിൽ നിങ്ങൾ സ്റ്റാൻഫോർഡ് നോക്കിക്കോ, ഓക്സ്ഫോർഡ്, എനി ഫേമസ് യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ്. ഓക്കെ, ഫസ്റ്റ് വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു ബി എലിജിബിൾ ടു അപ്ലൈ. അപ്പം ചില യൂണിവേഴ്സിറ്റീസിന് എൻട്രൻസ് എക്സാംസ് ഉണ്ട്, ചിലരുടെ നമ്മളെ മാർക്കിൻ്റെ, അതായത് നമുക്കുള്ള അഗ്രിഗേറ്റിൻ്റെ ഒക്കെ ബേസിസിലാണ് നമ്മൾക്ക് ഇത് തരിക, അഡ്മിഷൻ തരിക. അപ്പോൾ അവർ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് അറിയോ? മെജോറിറ്റി ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ് 60% അഗ്രിഗേറ്റ് മാത്രമാണ് ഇവർ ചോദിക്കുന്നത്. 60% അഗ്രിഗേറ്റ് അല്ലേ, അതാണ് ഒരു ആവറേജ് നമ്പർ. അഗ്രിഗേറ്റ് മാർക്സ് ഇൻ യുവർ ക്ലാസ് 12th ആണ് എല്ലാ യൂണിവേഴ്സിറ്റീസും ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി അപ്ലൈ ചെയ്യണമെങ്കിലോ പഠിക്കണമെങ്കിലോ ഒക്കെ ഇത്രയും മാർക്ക് മതി. പിന്നെ എന്തിനാണ് എൻ്റെ മക്കൾ ഇങ്ങനെ കൊട്ട കണക്കിന് മാർക്ക് മേടിച്ച് വെക്കുന്നതിൽ ഫോക്കസ് ചെയ്യുന്നത്? ആ ഒരു കോമ്പറ്റീഷനിൽ കയറി പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. മാർക്ക് വരികയാണെങ്കിൽ വരട്ടെ. മക്കൾ ഇതാ സൂപ്പർ കിങ്സിൽ ചേർന്നു, നല്ല പോലെ നിങ്ങൾ സിലബസ് പഠിച്ചു, കോൺസെപ്റ്റ് മനസ്സിലാക്കി, ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, മാർക്ക് കിട്ടുന്നത് ചീത്ത കാര്യമെന്നാണ് അല്ല ഞാൻ പറയുന്നത്. മാർക്ക് കിട്ടുന്നത് വളരെ നല്ല കാര്യമാണ്. 90s ഇതിലൊക്കെ സ്കോർ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഫുൾ A+ എൻ്റെ മക്കൾക്ക് കിട്ടുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് ആ കോമ്പറ്റീഷനിലേക്ക് ഇൻവോൾവ് ആവാതിരിക്കുക. ഓക്കെ, റൈറ്റ് വേയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ 12th നമുക്ക് നല്ല മാർക്ക് മേടിക്കാം, നമ്മുടെ നീറ്റിനും നമുക്ക് നല്ല പോലെ സ്കോർ ചെയ്യാം. ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ 60% അഗ്രിഗേറ്റ് ഏതൊരു യൂണിവേഴ്സിറ്റിയും ആവശ്യപ്പെടുന്നല്ലോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ബോർഡ്സിൻ്റെ സ്കോർ നമുക്ക് രണ്ടും ഒന്ന് എഴുതി നോക്കാം. ഇത് നമ്മുടെ ബോർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 12th എക്സാം അല്ലേ, ഫൈനൽ എക്സാം. ഇത് നമ്മുടെ നീറ്റ് എക്സാമിന് നിങ്ങൾക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് എന്താണ്? പ്യുവർലി കോൺസെപ്റ്റ് ആണ് അല്ലേ, പ്യുവർലി കോൺസെപ്റ്റ് ബേസ്ഡ് ആണ്. അതും ബേസിക്കലി NCERT സിലബസ് ആണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ആൻഡ് MCQ പാറ്റേൺ ആണ് അല്ലേ, MCQ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കറക്റ്റ് ആൻസർ ചെയ്താൽ +4 മാർക്ക് കിട്ടും ഫോർ എവറി കറക്റ്റ് ആൻസർ, -1 ഫോർ എവറി -1 മാർക്ക് ഫോർ എവറി റോങ് ആൻസർ. ഇങ്ങനെയാണ് നമ്മുടെ നീറ്റ്. അപ്പോൾ പ്യുവർലി കോൺസെപ്റ്റ് ആണ്. നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയാൽ അത് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നീറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിൽ ഏറ്റവും അധികം മാറ്റർ ചെയ്യുന്ന 2 കാര്യങ്ങളാണുള്ളത് അല്ലേ. നീറ്റിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാറ്റർ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമാണ് എന്ത്? നമ്മുടെ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ, കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് നോളജ്. പിന്നെ രണ്ടാമതായിട്ട് ഇവിടെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ പ്രാക്ടീസ്. നമ്മൾ എത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, എത്ര സ്പീഡിൽ എത്ര അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് രണ്ടുമാണ് ഇവിടെ മാറ്റർ ചെയ്യുന്നത്. ഇതിനു വേണ്ടി നമ്മൾ കറക്റ്റ് ടൈമിൽ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്കറിയാം ലോകത്തുള്ള ഏത് ഫേമസ് സ്പോർട്സ്മാനെ നിങ്ങൾ എടുത്ത് നോക്കിക്കോ, ഒരൊറ്റ ദിവസം പൊട്ടിമുളച്ച് വന്ന സ്റ്റാർസ് അല്ല അവരൊരിക്കലും. നമ്മളിപ്പോൾ മൂവി ഫീൽഡിലും അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, സോഷ്യൽ മീഡിയയിലൊക്കെ പെട്ടെന്ന് ഓവർനൈറ്റ് സ്റ്റാർസ് ആയ ആൾക്കാരുണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ വേൾഡ് ഫേമസ് അത്ലറ്റ്സ് അല്ലെങ്കിൽ വേൾഡ് ഫേമസ് ആർട്ടിസ്റ്റിനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾ പോലും ഓവർനൈറ്റ് അങ്ങ് സ്റ്റാറായി വരുന്ന ആളല്ല. ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്തൊക്കെ ജോലികൾ ചെയ്ത് എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അവർ ആ ഒരു പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷനും. ഓക്കെ, റൈറ്റ് ടൈമിൽ നിങ്ങൾ ചെറിയ 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 കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മൾ ബാച്ചിൽ കയറുക, ഒരു ഓൺലൈൻ ബാച്ചിൽ കയറുക, എനിക്കൊരു പ്ലാൻ, ഇത് എല്ലായിടത്തും നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. യു ക്യാൻ കീപ്പ് ഇറ്റ് ടു യുവർ സെൽഫ്. ഓക്കെ, ഞാൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റ് ഇതൊക്കെ എഴുതുന്നുണ്ട്, പ്ലസ് എൻ്റെ ബോർഡ്സിൻ്റെ പ്രിപ്പറേഷനും പോകുന്നുണ്ട്. അങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് അവസാനം വരെ ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഓക്കെ, പറ്റും, ഇത് സാധിക്കും മക്കളെ, യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ ബോർഡ്സിന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓവറോൾ സ്കോർ വരുന്നത് നമ്മുടെ കോൺസെപ്റ്റ് നോളജ് ഉണ്ട്. പക്ഷേ ഈ കോൺസെപ്റ്റ് നോളജിനെ പലതായിട്ട് തിരിച്ചിരിക്കുകയാണ് ബോർഡ് എക്സാം. അതായത് നമ്മുടെ മിഡ് ടേമിൻ്റെ മാർക്കില്ലേ, മിഡ് ടേമിൻ്റെ മാർക്കുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ടെസ്റ്റിൻ്റെ മാർക്ക് വരും, ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ് ടെസ്റ്റുകൾ വരും അല്ലേ. പിന്നെ വരുന്നതാണ് നമ്മുടെ അഡീഷണൽ ടാസ്ക്, അതായത് എക്സ്ട്രാ കരിക്കുലേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ. അഡീഷണൽ ടാസ്ക് ആയിട്ട് വരുന്നതാണ് നമ്മുടെ അസൈൻമെൻറ്റ്സ്. കറക്റ്റ്, നമുക്കറിയില്ലേ, അസൈൻമെൻറ്റ്സിൻ്റെ വർക്ക് വരും, പ്രൊജക്റ്റിൻ്റെ വർക്ക് വരും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. 20 മാർക്കിൻ്റെ ഒക്കെ പ്രൊജക്റ്റ് വരും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അവസാനം എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ കോൺസെപ്റ്റ് നോളജിനെ അളക്കാനുള്ള ഫൈനൽ ഒരൊറ്റ എക്സാമേ ഉള്ളൂ, അതാണ് നമ്മുടെ ഫൈനൽ ബോർഡ് എക്സാം. ഓക്കെ, യെസ്,
പക്ഷേ അതിലേക്ക് നമുക്ക് കിട്ടുന്ന നമ്മുടെ മാർക്കിനെ മിഡ് ടേം, ക്ലാസ് ടെസ്റ്റ്, അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ് ഇതിനെല്ലാം കൂടി അവസാനം ഇവർ എന്താക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് CIA എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് മാറ്റും അല്ലേ. അപ്പോൾ ഈ CIA എന്താണ്? ഇപ്പം അസൈൻമെൻറ്റ് മക്കൾ കുറേ നാളിരുന്ന് രാവും പകലും കഷ്ടപ്പെട്ട് കുറേ നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കി എഴുതും അല്ലേ. കുറേയൊക്കെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പ്രൊജക്റ്റൊക്കെ ചെയ്ത് 20 മാർക്കിൻ്റെ പ്രൊജക്റ്റും 20 മാർക്കിൻ്റെ അസൈൻമെൻറ്റും ക്ലാസ് ടെസ്റ്റിലും ഒക്കെ കുറേ മാർക്ക് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് മേടിച്ചു. ക്ലാസ് ടെസ്റ്റിലൊന്നും പഠിക്കുന്ന ഒരിക്കലും വേസ്റ്റ് ആവില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഈ അസൈൻമെൻറ്റിനും പ്രൊജക്റ്റിനൊക്കെ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കുറേ മാർക്ക് മേടിച്ചു എന്ന് വിചാരിക്കുക. അവസാനം എന്താ സംഭവിക്കുക? നിങ്ങൾക്കൊരു കണ്ടിന്യൂസ് ഇൻറ്റേർണൽ അസസ്മെൻ്റ് ഉണ്ട് അല്ലേ, ഈ അഡീഷണൽ മാർക്ക് കിട്ടുന്ന ഷീറ്റ് ഉണ്ട്. അതിൽ ഈ 20 മാർക്കിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? 5 മാർക്കിലേക്ക് അല്ലെങ്കിൽ 3 മാർക്കിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യും അല്ലേ. എന്നിട്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആ ഒരു അറ്റൻഡൻസിന്, അതായത് നിങ്ങൾ ആ വർക്ക് ചെയ്തതിന് നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു മിനിമം 1 മാർക്കൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സ് തരും. ബാക്കി ഈ 2 മാർക്കിനും 3 മാർക്കിനും അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ വേണ്ടിയിട്ടാണോ എൻ്റെ മക്കൾ കിടന്നിട്ട് എത്ര സമയമാണ് വേസ്റ്റ് ചെയ്യുന്നത്? ഞാൻ പറയുന്നത് പ്രൊജക്റ്റും അസൈൻമെൻറ്റും ചെയ്യരുതെന്നല്ല, ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ടൈം ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് മൈ ചിൽഡ്രൻ. അത് നല്ല എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബോർഡിൽ നമുക്ക് സ്കോർ ചെയ്യാൻ ഇറ്റ്സ് എ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ. കറക്റ്റ്, ഇറ്റ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് പേപ്പർ. നീറ്റ് പേപ്പറിൻ്റെ പ്രത്യേകത എന്താ മക്കൾ നോക്കുക? ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് പേപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ടു ദ പോയിന്റ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. കോൺസെപ്റ്റ് അറിയുമെങ്കിൽ അതെടുത്ത് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുക, ആൻസർ ചെയ്യുക, മാർക്ക് മേടിക്കുക, റാങ്ക് മേടിക്കുക, ടോപ്പർ ആവുക. ഇസ്ന്റ് ഇറ്റ്? യെസ്. ബോർഡ്സിൽ ഇറ്റ് ഈസ് എ സബ്ജക്റ്റീവ് പേപ്പർ. സബ്ജക്റ്റീവ് ആസ് ഇൻ ഇറ്റ് ഈസ് ഡിസ്ക്രിപ്റ്റീവ് അല്ലേ. എന്താ പറയുക? ബോർഡ്സിന് നമ്മൾ പറയുക ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്നാണ് പറയുന്നത്. നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാണ്. എല്ലാം നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് അല്ല വരിക അല്ലേ. യെസ്, ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്, ഡയഗ്രം ഒക്കെ വരച്ച്. അപ്പോൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങൾ നമ്മുടെ സൂപ്പർ കിങ്സ് ബാക്കിലൊക്കെ ചേർന്ന് നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കേണ്ടല്ലോ, അത് തന്നെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡ്സിൽ എഴുതാം. ഓക്കെ, യെസ്. അപ്പോൾ കോൺസെപ്റ്റ് നോളജ് അങ്ങനെ ഡെവലപ്പ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് ബോർഡ്സിൽ സ്കോർ ചെയ്യാനുള്ള വേസ് ഇറ്റ്സ് വെരി ഈസി. ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്. അപ്പോൾ ബോർഡ്സിൽ 90s മേടിക്കുക, 100% മേടിക്കുക, ഫുൾ A+ മേടിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് സംതിങ് യു ഷുഡ് വറി അബൌട്ട് റൈറ്റ് നൗ. ഓക്കെ, 12th പോകുന്ന മക്കളോടാണ് ഞാൻ പറയുന്നത്. 12th എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയർ ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് നിങ്ങൾ എടുക്കുന്ന ഇയർ ആണ്. അപ്പോൾ പാരൻസിനോടും എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് ഫോഴ്സ് ദെം ടു സ്കോർ ഫുൾ A+ ആൻഡ് ദെൻ മേക്ക് എ ഡിസിഷൻ. അവർ നീറ്റൊക്കെയാണ് ഗോളെങ്കിൽ, അതായത് ഡോക്ടർക്ക് ആവാനാണ് ആഗ്രഹമെങ്കിൽ അതിപ്പോഴേ അതിൻ്റെ പ്രിപ്പറേഷൻ സൈഡ് ബൈ സൈഡ് പോവുക. ഓക്കെ, ഇത് രണ്ടും നമുക്ക് സൈഡ് ബൈ സൈഡായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ഇറ്റ് മൈ ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ട് നിങ്ങൾ അൺനെസസറി സ്റ്റഫിന് വേണ്ടി സമയം. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ സ്കൂൾ ലൈഫൊക്കെ അറിയാം, നിങ്ങളുടെ സ്കൂളിൻ്റെ ലാസ്റ്റ് ഇയർ ആണല്ലേ ക്ലാസ് 12th എന്ന് പറയുന്നത്. ക്ലാസ് 12th പ്രത്യേകത എന്താണ്? ഫൈനൽ സ്കൂൾ ഇയർ ആണ്. കറക്റ്റ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോളേജ് ലൈഫിലേക്കൊക്കെ കയറുകയാണ് അല്ലേ, കാര്യങ്ങളൊക്കെ മറിയാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഫൈനൽ സ്കൂൾ ഇയർ ആകുമ്പം ഓഫ് കോഴ്സ് അതിൻ്റെതായ പ്രഷറും ടെൻഷനും ഒക്കെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. പ്ലസ് കുറേ ആക്ടിവിറ്റീസ് വരും. ഞാൻ ഈ പറഞ്ഞ പ്രൊജക്ട്സ് വരും, അസൈൻമെൻറ്റ്സ് വരും, യൂത്ത് ഫെസ്റ്റിവൽസ് വരും അല്ലേ, എക്സ്ട്രാ കരിക്കുലേഴ്സ് ഒരുപാടുണ്ട്. അതൊക്കെ മക്കൾ ചെയ്യരുതെന്ന് പറയില്ല. യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ എവറിഥിങ്, ബട്ട് ഓൾസോ മേക്ക് ഷുവർ യു ഫൈൻഡ് ഇനഫ് ടൈം ഫോർ യുവർ എൻഡ് ഗോൾ. എന്താണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നൊക്കെ എന്തിനാ? നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടണം അല്ലേ, നല്ലൊരു കോളേജിൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കയറാൻ പറ്റണം, നമ്മുടെ ഫേവറേറ്റ് കോഴ്സ് നമുക്ക് പഠിക്കണം, നല്ലൊരു സക്സസ്ഫുൾ കരിയറിലെത്തണം. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഈ ഫൈനൽ സ്കൂൾ ഇയറിൽ വരുന്ന ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും. ആ ഡിസ്ട്രാക്ഷൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്ത്, അതാണ് പറയുന്നത്, നമ്മളൊരു ഓൺലൈൻ ക്ലാസ്സിലൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ ഈവൻ ഇഫ് യു മിസ് സ്കൂളിലെ ആക്ടിവിറ്റീസ് കാരണം നമ്മൾക്ക് കുറേ ക്ലാസ് മിസ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ. കുറേ റീസണുകൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ പകൽ പ്രാക്ടീസ് വന്നു, യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഇതൊക്കെ വന്നു, അങ്ങനെ നമുക്ക് കുറേ ക്ലാസ് മിസ്സായി എന്ന് വിചാരിക്കുക. ഓക്കെ, കുറേ ടെസ്റ്റ് നമുക്ക് എഴുതാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. സോ നോ പ്രോബ്ലം, നമുക്ക് എപ്പോഴും നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ നമ്മുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. പ്ലസ് നമുക്ക് റെക്കോർഡഡ് വീഡിയോസ് ഉണ്ടാകും, സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. യു ക്യാൻ ഓൾവേസ് ഗെറ്റ് ബാക്ക്. നിങ്ങൾ ഒരിക്കലും ലാഗ് ബിഹൈൻഡ് ആവില്ല. അപ്പോൾ മക്കൾ പറയും, മാം 11th തന്നെ എനിക്ക് ഒന്നും അറിയില്ല, 11th തന്നെ എനിക്ക് ബേസിക്സേ ഇല്ല, അപ്പോൾ ഞാൻ 12th ഒക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് ആദ്യം മുതലേ പഠിച്ചാൽ പോരെ. ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഈ വീഡിയോ ഫസ്റ്റ് മാം പറഞ്ഞ കാര്യം എന്താ, 11th കുറിച്ച് നമ്മളിപ്പോൾ ബോധേഡ് ആവുന്നേ ഇല്ല അല്ലേ മക്കളെ. 11th നമുക്ക് തിരിച്ചു വരാൻ സമയമുണ്ട്. കാരണം 12th നമുക്ക് പോയത് പോട്ടെ, 11th ബേസിക്സ് അറിയില്ല എന്ന് വെച്ചാൽ 12th ഫിസിക്സോ കെമിസ്ട്രിയോ നിങ്ങൾക്ക് പഠിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ് അഷ്യൂറൻസ് ഐ എം ഗിവിങ് യു, ഈവൻ ബയോളജി ഫോർ ദാറ്റ് മാറ്റർ. ഓക്കെ, അങ്ങനെ രണ്ടും കൂടി കണക്ട് ചെയ്ത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. അപ്പോൾ 12th നമുക്കിപ്പോൾ വൃത്തിയായിട്ട് പഠിക്കാം.
എന്നിട്ട് 12th കഴിഞ്ഞ് അപ്പം നമ്മൾ അത്യാവശ്യം 12th നീറ്റ് സിലബസും കവർ ചെയ്യും, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും, നമ്മളുടെ ഫുൾ ഇയറിനുള്ള പ്ലാൻ സെറ്റാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ പ്ലാനും സെറ്റാണ്. ഓക്കെ, പ്ലസ് അതിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഫുൾ ഇയറിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ 12th ബോർഡ്സ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴേക്ക് 11th പോർഷൻസ് നമ്മൾ നല്ലപോലെ റിവൈസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഫുൾ സിലബസ് കവർ ചെയ്യാം. അതായത് നീറ്റ് ആകുമ്പോഴേക്കും, നിങ്ങൾ ഏത് നീറ്റ് എക്സാം ആണോ എഴുതാൻ ആഗ്രഹിക്കുന്നത് അതാവുമ്പോഴേക്കും ഫുൾ സിലബസ് നമുക്ക് എഫക്റ്റീവായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. സോ ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ. എൻ്റെ 12th കയറുന്ന മക്കൾ, ഡു നോട്ട് മിസ് അവർ സൂപ്പർ കിങ്സ് ബാച്ച്. ഞങ്ങളെല്ലാവരും ഉണ്ടാകും. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കോൺസെപ്റ്റ് പഠിക്കണം, നമുക്ക് ബോർഡ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം, നമ്മുടെ നീറ്റിനും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങണം. ഇടയ്ക്ക് വരുന്ന ഒരുപാട് ഡിസ്ട്രാക്ഷൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒരു സൈഡിലേക്ക് പോട്ടെ. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്, കാരണം നമ്മുടെ എൻഡ് ഗോളിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഓക്കെ, യെസ്. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഐ ഹോപ്പ് ഈ ഒരു കൺഫ്യൂഷൻ ഇനി ഇല്ലാന്ന് തോന്നുന്നു. യു ക്യാൻ ഡെഫിനറ്റ്ലി ക്ലിയർ നീറ്റ് എക്സാം വിത്ത് യുവർ ക്ലാസ് 12 പ്രിപ്പറേഷൻ. പക്ഷേ കറക്റ്റ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. എന്തെങ്കിലും കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്.